എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റോട് കൂടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെണ്ടക്ക ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടക്ക നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വെണ്ടക്ക ഓരോന്നെടുത്തിട്ട് ഇതേപോലെ 4 മുറിച്ചെടുക്കണം. ഇതേപോലെ 4 മുറിച്ചെടുക്കാം. വലിയ വെണ്ടയ്ക്ക ഇടുന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് മുറിച്ചിട്ട് 4 മുറിച്ചാലും മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും 4 മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഒരു വലുപ്പത്തിലായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തെടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. ശേഷം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കൂടുതലാവണ്ട, ഇതേ ഒരളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കട്ടൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ടെടുക്കാം. എണ്ണ നല്ല ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുവരെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് വന്നോളൂ. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മറ്റേ ഭാഗം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഈ എണ്ണയിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടെടുക്കാം. ഇതേപോലെ വെണ്ടയ്ക്ക ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക്